വർഷത്തെ സമ്പാദ്യം. ഇത് കുറെ പൈസയുണ്ടല്ലോ. ബർത്ത്ഡേ കലക്കണം. അത് ഞാൻ ഏറ്റു. എന്താ ടീന ഇവിടെ ഒരു സ്വരം കേട്ടത്? ആഹാ, ടോം, നീ ഇതുവരെ പോയില്ലേ? ദേ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവരാം. ഇതൊന്ന് എണ്ണി തീർത്തോട്ടെ. ഓ, രണ്ടുപേരും കൂടി കുടുക്ക പൊട്ടിച്ചതല്ലേ? ആദ്യം പറഞ്ഞ കാര്യം പോയി ചെയ്യട്ടോ. ടീനെ ഞാൻ സഹായിക്കാം. ശരി ഡാഡി. പണം ഞാൻ കൊടുത്തേപ്പിച്ചിട്ടുണ്ട്. ബാക്കി തുകയും ബില്ലും വാങ്ങാൻ മറക്കണ്ട ടോം. ഡാഡി, ഞാൻ സൈക്കിൾ എടുത്തോട്ടെ? വേണ്ട ടോം, ഒരു ഓട്ടോ പിടിച്ചു പോയാ മതി. ഡാഡി, ഞാൻ ശ്രദ്ധയോടെ സൈക്കിൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ ഡാഡി. പ്ലീസ്. എന്റെ കയ്യിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു സാധനവും നഷ്ടപ്പെടില്ല. അതുകൊണ്ടല്ല ടോമേ, നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. പലചരക്ക് സാധനങ്ങളല്ലേ, നനഞ്ഞാ പിന്നെ എന്തിനു കൊള്ളാം. ഓട്ടോ പിടിച്ചു പോയാ മതി. ഞാനത് ഓർത്തില്ല ഡാഡി. ടീന, ഇത് കുറെ ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ സേവിങ്സാ. ബർത്ത്ഡേ സേവിങ്സോ? അതെ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയ പൈസ മുതൽ കൂട്ടിവെച്ച് ഞങ്ങൾ തുടങ്ങിയതാ ഈ BDSB. BDSB? അതെ, ബർത്ത്ഡേ സേവിങ്സ് ബാങ്ക്. അത് കൊള്ളാം. ഇതിന് നിങ്ങൾ പേര് കേട്ടോ? 540, 550. ഡാഡിയുടെ എത്രയായി? ടീന, എനിക്കിത്തിരി വെള്ളം കൊണ്ടുവന്നാ. ഞാനിത് എണ്ണി തീർത്തിട്ട് പറയാം. ശരി ഡാഡി, ഇപ്പം കൊണ്ടുവരാം. ജൂലി, ഇത് അവരറിയണ്ട കേട്ടോ. ഇല്ല, ടോമിനും ടീനിക്കും എത്ര നല്ല ഡാഡിയാ കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയ മക്കളും ഒത്തിരി നല്ലവരാ ജൂലി. അത്ര നല്ലവരൊന്നും അല്ല. ആഹാ, കൊള്ളാവല്ലോ. വെള്ളം ചോദിച്ചപ്പം ജ്യൂസോ? ഇതെന്ത് ജ്യൂസാ ടീന? അതങ്ങ് കുടിച്ചു നോക്കിയിട്ട് പറ ഡാഡി. ആഹാ, നല്ല രുചി. ഇത് ഫാഷൻ ഫ്രൂട്ടാണോ? ഒരു തുള്ളി ബാക്കി വെച്ചില്ല. കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? ഞാനിത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ജ്യൂസ് ആദ്യമായിട്ടാ. ടീനയ്ക്ക് ഇതെങ്ങനെ കിട്ടി? ആദ്യമായിട്ടാണെന്ന് ആ കുടി കണ്ടപ്പോ മനസ്സിലായി. ഡാഡി, ഇത് ഡാഡിയുടെ ഫ്രണ്ട് തന്നെ കൊടുത്തുവിട്ടതാ. ആര്? നമ്മുടെ പവിയുടെ അമ്മ, ഡാഡിയുടെ പഴയ ക്ലാസ്മേറ്റ് സെറീന ആന്റി. ആണോ? ചെറുപ്പത്തിൽ ഡാഡിക്ക് പാഷൻ ഫ്രൂട്ട് വളരെ ഇഷ്ടമായിരുന്നുവെന്നും 5th സ്റ്റാൻഡേർഡിൽ വെച്ചെങ്ങോ ഡാഡി പാഷൻ ഫ്രൂട്ട് തിന്നുന്നത് കണ്ട് സെറീന ആന്റി ചോദിച്ചിട്ട് ഡാഡി കൊടുത്തില്ലാത്രേ. ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്റെ സെറീന ആന്റി. പണ്ടൊക്കെ ഇക്കാലത്തെ പോലെ അല്ല ടീന. ഈ പെൺകുട്ടികളെല്ലാം വലിയ മര്യാദക്കാരും ആൺകുട്ടികളൊക്കെ വികൃതികളും എന്നൊരു പൊതുധാരണയുണ്ട് ടീച്ചർമാർക്കിടയിൽ. ഡാഡി, കുറച്ച് സാധനങ്ങൾ അവരുടെ വണ്ടിയിൽ 1 മണിക്കൂറിനകം അവരിവിടെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അത് അരിയും ഗോതമ്പും ആയിരിക്കും. പറഞ്ഞു വന്നത് കണ്ടിന്യൂ ചെയ്യ് ഡാഡി. അതെ, കഥ കണ്ടിന്യൂ. ഞാനും കേട്ടു. ആൺകുട്ടികൾ മാത്രം വികൃതികൾ. ഞങ്ങളൊക്കെ മര്യാദക്കാരും. അക്കാലത്ത് ക്ലാസ് നോക്കാൻ ഏൽപ്പിക്കുന്നത് മിക്കവാറും പെൺകുട്ടികളെ ആയിരിക്കും. അതായത് ടീച്ചറില്ലാത്ത സമയത്ത് സംസാരിക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ. അത് മിക്കവാറും സെറീനയായിരിക്കും. സെറീന ആന്റി ഡാഡിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? നല്ല തല്ലുകിട്ട് കാണാം. അതല്ലേ ഡാഡി ഇപ്പോഴും സെറീന ആന്റിയോട് കൂട്ടുകൂടാത്തത്. ശരിയാണ്. ഒരിക്കൽ എന്റെ പേരെഴുതി ടീച്ചറെ ഏൽപ്പിച്ചു. അത് പക്ഷേ ഞാൻ സംസാരിച്ചില്ലായിരുന്നു. എന്റെ അടുത്തിരുന്നൊരു കുട്ടി
ഒരു സംശയം ചോദിച്ചു. ഞാനത് പറഞ്ഞു കൊടുത്തു. അന്ന് ഞാൻ ചെയ്യാത്ത തെറ്റിന് ടീച്ചറിന്റെ കയ്യിൽ നടിയും കിട്ടി. ദൈവമേ, ചിരി പുറത്തു പോയി. പണി പാലിൽ കിട്ടുവോ? ആഹാ, ജോലിക്ക് വരെ ചിരി വന്നു. എന്നിട്ട് ആണോ ജൂലി? ഇതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാ എന്റെ അടുത്ത് വന്ന് ഞാൻ കഷ്ടപ്പെട്ട് മതിലിൽ കയറി പൊട്ടിച്ച ഫാഷൻ ഫ്രൂട്ട് ചോദിക്കുന്നത്. അന്നത് കൊടുക്കാനുള്ള മനസ്സ് എനിക്കില്ലായിരുന്നു. ഇന്നതൊക്കെ ഓർക്കുമ്പോ ചിരി വരും. ചിരിച്ചു, പാല് മുടങ്ങില്ല. ടീന, നമ്മളും ഇതുപോലെ കുറെ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കാലത്തെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ ചിരി വരുമായിരിക്കും അല്ലേ? കൊറേ കാലമൊന്നും കഴിയണ്ട. നിങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഇപ്പൊ തന്നെ ചിരി വരുന്നുണ്ട്. നമ്മൾ ഓരോ കാലത്തും ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മെ ചിരിപ്പിച്ചേക്കാം, കരയിപ്പിക്കുവാനും ഇടയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അതിരിക്കട്ടെ, ടീന എണ്ണി മാറ്റി വെച്ചത് എത്രയുണ്ട്? അത് 586. ഡാഡിയുടെ എണ്ണി കഴിഞ്ഞോ? കുറച്ച് ചില്ലറ കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ കഥ പറഞ്ഞപ്പോ സ്ലോ ആയിപ്പോയല്ലേ? 1263, 64. അത്രയും പൈസ ഉണ്ടായിരുന്നോ ടോ? ദേ, ഒരു 500ന്റെ നോട്ട്. ഇത് നമ്മൾ എപ്പോഴോ? എന്തായാലും കൊള്ളാം. ഇത്രയും പണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി കുറച്ച് 50ന്റെ പൈസകളേ ഉള്ളൂ. ചിലത് എടുക്കാത്തവയും. ഓ, അത് വേണ്ട. ആ പൈസ കൊണ്ട് നമുക്ക് പുതിയ കൊടുക്ക വാങ്ങിക്കാം. മൊത്തം 1850 ഉണ്ട്. 150 രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 2000 രൂപ തികഞ്ഞേനെ അല്ലേ ടീന? അത് ഞാൻ തരാം മക്കളെ. ഈ മാതാപിതാക്കളാ പിള്ളേരെ വഴി തെറ്റിക്കുന്നത്. ഡാഡിയുടെ കയ്യിൽ നിന്ന് ആ 150 പോയി കിട്ടി. അത് വേണ്ട. 150 രൂപ കുറച്ചുള്ള ആഘോഷങ്ങളൊക്കെ മതി ഡാഡി, അല്ലേ ടോ? അതെ, അങ്ങനെ ഡാഡിയെ ബുദ്ധിമുട്ടിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൈസ കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. ഡാഡിയെ പോലെ തന്നെ നല്ലതാ ടോമും ടീനയും. വഴി തെറ്റിയത് എന്റെ ചിന്തകളാ. എനിക്കാകെ വിഷമമാകുന്നു. ഞാൻ പോയിട്ട് എന്തെങ്കിലും കട്ട് തിന്നട്ടെ. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടി ജൂലി. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വയം പ്രാകുന്ന ഒരു പൂച്ച. നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞല്ലേ ടോം നമ്മൾ പൈസ കൂട്ടി തുടങ്ങിയത്? അതെ, ഇന്ന് നമ്മുടെ ബർത്ത്ഡേ. കൃത്യം 50 ആഴ്ചയായി ഇന്ന് കുടുക്ക പൊട്ടിക്കുമ്പോ. അതിൽ 1850 രൂപ. കൊള്ളാലേ ടീന ഈ ബർത്ത്ഡേ കുറി? അതെ, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഒരു ദിവസം 5-5.5 രൂപയെങ്കിലും ഇതിലിട്ടിട്ടുണ്ടായിരിക്കണം. എന്തായാലും ബർത്ത്ഡേ അത്യാവശ്യം നന്നായി ആഘോഷിക്കാനുള്ള പൈസ റെഡി അല്ലേ ടീന? അല്ലേ ഡാഡി? അത് നിങ്ങൾ എങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു എന്നനുസരിച്ചാണ് ടോം. നമുക്ക് വേണേ ഒരു ബണ്ണിന്മേൽ മെഴുകുതിരി കത്തിച്ചു വെച്ചും ബർത്ത്ഡേ ആഘോഷിക്കാം. അല്ലെങ്കിൽ വലിയൊരു 3 നില കേക്ക് കട്ട് ചെയ്തും ആഘോഷിക്കാം. നമ്മുടെ ആഘോഷങ്ങൾ ഈ ബഡ്ജറ്റിൽ ഏതായാലും കൂടുതൽ പോകണ്ട. നിങ്ങൾ ആരെയൊക്കെ ക്ഷണിക്കുന്നുണ്ട് മക്കളെ? അങ്ങനെ ചോദിച്ചാ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാരും തന്നെ ഉണ്ടാകും. റോബിനും കോളിൻസും സിറ്റിക്ക് പുറത്താണ്. മാഗി ചിലപ്പോ വന്നേക്കും. ഇല്ല ടോം, മാഗിയും വരില്ല. നമ്മൾ രാവിലെ പള്ളിയിൽ നിന്നിറങ്ങിയപ്പോ ഞാൻ മാഗിയുടെ ഫ്രണ്ടിനെ കണ്ടിരുന്നു. അവൾ പറഞ്ഞു മാഗിയും പിള്ളേരും കൂടി വേളാങ്കണ്ണി പള്ളിയിൽ പോയിരിക്കുവാണെന്ന്. പിന്നെ ഡോക്ടർ അങ്കിളും ഉണ്ടാവും, അങ്കിൾ ജെയിൻ, പിന്നെ ഫ്രാൻ, ബെറ്റി, ജിമ്മി. നമുക്ക് ആഘോഷം നമ്മുടെ ഗാർഡനിൽ വെച്ച് നടത്തിയാലോ? അതെ, ഗാർഡനിലൊരു ടെന്റ് ഒക്കെ കെട്ടി. ഇവരെയൊക്കെ വിളിച്ചിട്ട് അറിയാലോ, മമ്മി ഇല്ലാത്തതാണ്. നമ്മളെല്ലാവരും ചേർന്ന് കുക്ക് ചെയ്താലും മമ്മിയുടെ അത്രയും സ്പീഡ് വരില്ല. ശരിയാ, മമ്മി ജോലി ചെയ്യുന്നത് നോക്കി നിന്നപ്പോഴൊന്നും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായിരുന്നില്ല. മമ്മി എത്ര ജോലിയുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് ചെയ്തു തീർക്കും. എന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ അന്ന് സ്പെഷ്യൽ ഐറ്റംസിന്റെ ബഹളമായിരിക്കും. ഹോ, ഓർക്കുമ്പോ തന്നെ കൊതിയാകുന്നു. അതൊക്കെ ഓർത്ത് വെള്ളം ഇറക്കാം അല്ലേ ടീന? മമ്മി വരാത്തതിൽ വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല ഡാഡി, മമ്മിയാ ഞങ്ങളെ ഫസ്റ്റ് വിഷ് ചെയ്തത്.
പിന്നെ പള്ളിയില് രാവിലെ കാണാനും വന്നില്ലേ? പിന്നെ എല്ലാ കൊല്ലത്തെ പോലെ മമ്മി ഞങ്ങൾക്ക് ഡ്രസ്സും എടുത്തു തന്നു. അമ്മാമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മമ്മി അവിടെ പോയി നിൽക്കുന്നേ? അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റും ഡാഡി. നല്ലത് മക്കളെ. ഞാനും മോനിക്കയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നിട്ടും മമ്മിയുടെ സാഹചര്യം മനസ്സിലാക്കിയ നിങ്ങൾ മറ്റു കുട്ടികൾക്ക് മാതൃകയാണ്. താങ്ക് യു ഡാഡി. ഞങ്ങളെ ബർത്ത്ഡേ ആഘോഷം മാതൃകാപരമാക്കിയാലോ എന്നാലോചിക്കുക. ഞങ്ങളോ? ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. എന്താ ടീന പറഞ്ഞു വരുന്നേ? അതെ, ടീന എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർ ആഘോഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി. എന്തു പറയുന്നു ടോം? എങ്ങനെ വ്യത്യസ്തമായി എന്നാ ടീന പറയുന്നേ? അതെ ടോം, നമ്മൾ സാധാരണ ബർത്ത്ഡേസ് എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്? ഓ, ഇനി അത് ഞങ്ങൾ ടീനയ്ക്ക് പറഞ്ഞു തരണോ? എന്റെ ടീന എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാ പറ. ടോം, കാര്യങ്ങൾ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഞാൻ ചോദിച്ചതിന് ആദ്യം ഉത്തരം പറ. തർക്കം വേണ്ട, ഞാൻ പറയാം. നിങ്ങളെ രാത്രി 12 മണിക്ക് ഞാനോ മമ്മിയോ വിളിച്ച് സർപ്രൈസായി വിഷ് ചെയ്യുന്നു. അതെ, എന്നിട്ട് മമ്മി നമ്മൾ അറിയാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കോ പുഡിങ്ങോ ഉറക്കപ്പിച്ചിൽ നമുക്ക് തരുന്നു. എന്നിട്ട് മമ്മി ഞാൻ പോലും അറിയാതെ വാങ്ങിച്ചു വെച്ച ഡ്രസ് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. നമ്മളത് കണ്ട് സന്തോഷത്തോടെ മമ്മിക്ക് ഒരു മുത്തമൊക്കെ കൊടുത്ത് കിടന്നുറങ്ങുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു. വികാരി അച്ഛനും സൺഡേ സ്കൂളിലെ പിള്ളേർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു. അതിനുശേഷം സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നാൽ സാധാരണ ചായക്ക് പകരം ടീന പായസം കുടിക്കുന്നു. ഞാൻ ചായ കുടിച്ച് കുറച്ചു കഴിഞ്ഞ് പായസം കുടിക്കുന്നു. രാത്രി നമ്മുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് അടുത്ത വർഷത്തേക്കുള്ള ആഘോഷങ്ങൾക്കായി കുടുക്കയിൽ എല്ലാവരും നമുക്ക് തന്ന പൈസയും കയ്യിലുള്ള പൈസയും ഇട്ട് അടുത്ത വർഷത്തേക്കുള്ള സേവിങ്സ് തുടങ്ങുന്നു. ഹോ, ഇനി പറ, ഇതിൽ എന്ത് വ്യത്യസ്തതയാ എന്റെ സഹോദരി കണ്ടെത്തിയിരിക്കുന്നേ? ഈ ആഘോഷങ്ങളിൽ ആരൊക്കെ സന്തോഷിക്കുന്നുണ്ട്? പിന്നെയും ചോദ്യം. ഈ ടീനയുടെ ഒരു കാര്യം ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഇതെന്ത് ചോദ്യമാ ടീന? ഇതിൽ സംബന്ധിക്കുന്ന എല്ലാരും സന്തോഷിക്കുന്നുണ്ട്. ടീന കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ. അപ്പോഴാ ടീനയുടെ ഒരു 5 മിനിറ്റേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒന്ന് ക്ഷമയോടെ കേൾക്കട്ടോ. ടോം, ടീന എന്താ ഉദ്ദേശിക്കുന്നെന്ന് കേൾക്കട്ടെ. ശരി ശരി. അതെ, നമ്മളും നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമല്ലേ സന്തോഷിക്കുന്നത്? അതെ, എന്താ അതുപോരെ? ഇനി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പാർട്ടി വെക്കണോ? അപ്പോഴും ഈ നാട്ടുകാർ മാത്രമല്ലേ സന്തോഷിക്കൂ? ഈ സിറ്റിയും ജില്ലയും സംസ്ഥാനവും രാജ്യവും കടന്ന് ആഘോഷിച്ച ഈ ലോകത്തുള്ള എല്ലാവരും ഹാപ്പിയാവും. എന്താ, ഫംഗ്ഷൻ വെച്ചാലോ? ഡാഡി, ഈ ടോം എപ്പോഴും ഇങ്ങനെയാ. പിന്നെ ടീന എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞാ പോരെ? അതിന് ഈ ചോദ്യാവലിയുടെയൊക്കെ ആവശ്യമുണ്ടോ ടീന? ഉണ്ട് ഡാഡി. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒന്നുകൂടി പറയുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ശരി, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി ടീന കാര്യം പറ. അതെ, നമ്മുടെ ഈ ആഘോഷം ആഘോഷിക്കാൻ സാഹചര്യമില്ലാത്ത കുറച്ചുപേരുടെ ഇടയിൽ വെച്ചാണെങ്കിൽ. അങ്ങനെ ആരാ ടീന ഇവിടെയുള്ളത്? എനിക്ക് ടീനയുടെ ഐഡിയ ഏകദേശം മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ടീനയും ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാ. ഡാഡി, എന്താ ടീന ഉദ്ദേശിച്ചത്? പറ ടീന. നമുക്ക് നമ്മുടെ സന്തോഷം പള്ളിയുടെ സഹായത്തോടെ മുമ്പോട്ടു പോകുന്ന ട്രസ്റ്റിലെ അന്ത്യവാസികളോടൊപ്പം പങ്കുവെച്ചാലോ? ആ ഓർഫനേജിലെ കുട്ടികളാണോ? അതേ ടോം, അവരും പിന്നെ നമ്മളുടെ ഓൾഡ് ഏജ് ഹോമിലെ അങ്കിൾമാരും ആന്റിമാരും. വാവ്, എനിക്കവരെ വലിയ ഇഷ്ടമാ. ഞാൻ റെഡി. ഡാഡി റെഡിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. എനിക്ക് കിട്ടേണ്ട ഭക്ഷണം കുറയും എന്റെ ദൈവമേ. ജോലിക്ക് വരെ സമ്മതം. എളുപ്പ ഒരുക്കങ്ങൾ തുടങ്ങണം, എന്നാലേ വൈകുന്നേരത്തേക്ക് എല്ലാം ശരിയാകൂ. ഡാഡി പള്ളിയിൽ ചെന്ന് ഫാദറിനോട് ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങി തരണം. എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട് ടീന. അതെന്താ ടോം? ആദ്യം നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരെയും വിളിക്കാം. ഡാഡി,
എങ്കിൽ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. ശരി മക്കളെ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു. ഫാദറിനോട് നേരത്തെ എത്താൻ പ്രത്യേകം പറഞ്ഞേക്കണോട്ടോ ഡാഡി. അതൊക്കെ ഞാൻ ഏറ്റു. അവര് എത്ര പേര് കാണും ടോം? കുട്ടികളാകെ 6-7 പേരേ ഉള്ളൂ. മുതിർന്നവർ അതുപോലെ തന്നെ 7-8 കാണും. ടെന്റ് കെട്ടാൻ നമുക്ക് റോക്കി ചേട്ടനെ വിളിക്കാം. ടെന്റില്ലെങ്കിലും കുഴപ്പമില്ല, മഴയത്ത് ചാടി ചാടി കളിക്കാം. എടോ പച്ച തവളെ, പച്ചവെള്ളം കാണുമ്പോഴുള്ള തന്റെ ആർത്തി ഇതുവരെ തീർന്നില്ലല്ലേ? താമിലെ വർത്താനൊന്നും പറയണ്ട. തേങ്ങാപ്പൂള് കണ്ട ഇപ്പോഴും കെണിയിൽ കൊണ്ട് തലവെക്കാനില്ലേ? അതു പിന്നെ അതിന്റെ ഒരു മണം. ഓ, കുളി ആരോഗ്യത്തിന് നല്ലതാ, പക്ഷേ കെണി അത്ര നല്ലതല്ല. സോനു വെറുതെ പോയി ആയിരുന്നു വാങ്ങി. അത് വിട് ഫ്രാൻ. ടെന്റ് നമുക്ക് റോക്കി ചേട്ടനെ തന്നെ ഏൽപ്പിക്കാം, അല്ലേ ജിമ്മി? ശരിയാ, റോക്കി ചേട്ടൻ ഇപ്പോ പഴയ ആളല്ല. പഞ്ചായത്ത് റോഡൊക്കെ വെട്ടിയ ശേഷം പുള്ളി ഇപ്പോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഹോബിയാക്കി എന്നാ കേൾക്കുന്നത്. ദേ റോക്കി ചേട്ടൻ എത്തി. ടെണ്ടൊക്കെ ഞാൻ ഏറ്റു, പക്ഷേ പണിയെടുത്താ കൂലി കിട്ടണം. എത്ര രൂപ വേണം റോക്കി ചേട്ടന്? എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട ടോം, പൈസ കിട്ടിയേ പറ്റൂ. ശരി, റോക്കി ചേട്ടനെ പറ്റിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. എത്ര വേണമെന്ന് റോക്കി ചേട്ടൻ തന്നെ പറ. 100? 200? പോരാ. 400? 500. 800? 90? ആ 90. ഇത് മതി, എനിക്ക് അത്യാർത്തിയില്ല. വിദ്യാർത്ഥിയാകാഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. ഈ റോക്കി ചേട്ടനൊരു പാവമാ. കേക്ക് തരാട്ടോ. ഹോ, ഇക്കാലത്തെ പിള്ളേരൊക്കെ എന്നാ ബുദ്ധിശൂന്യരാ. ഹോ, റോക്കി ചേട്ടൻ എന്താ ചിരിച്ചേ? ഓരോന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാണേ. ടോം എന്താ ചിരിച്ചേ? റോക്കി ചേട്ടൻ ആലോചിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് ചിരിച്ചതാ. പണി തുടങ്ങിക്കോ റോക്കി ചേട്ടാ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. അമ്മോ, എന്തോ ഒരൊച്ചയാ. ആദ്യം ആ ചെവി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യ ജിമ്മി. എന്താ കേൾക്കുന്നില്ല? ആ അത് തന്നെ. ആദ്യം കസേര കളി. എല്ലാവരും പാട്ട് തുടങ്ങുമ്പോൾ ഓടിത്തുടങ്ങണം. പാട്ട് തീരുമ്പോൾ നിൽക്കുക. താനാണോ ഈ ടെന്റ് കെട്ടിയത്? അതെ. പൈസയൊക്കെ കിട്ടിയോ അതോ പിള്ളേര് പറ്റിച്ചോ? ഈ ടോമും ടീനയോ? എനിക്ക് വയ്യ. തനിക്കറിയാമല്ലോ ഞാൻ കണക്ക് പറയുമെന്ന്. അതാ എന്റെ പേടി. എടോ, 100-ൽ തുടങ്ങി വിലപേശൽ 500, 600, അവസാനം 800 എത്തി. ഹോ, സമാധാനം. 800 വാങ്ങിയല്ലേ? അയ്യടാ, 800 വാങ്ങാൻ പോകാൻ ഞാൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനാണോ? പിന്നെ എടോ, ഞാൻ 90 വാങ്ങി. 90. 10ന്റെ 9 നോട്ട്. എങ്ങനെ? ഹ്, നശിപ്പിച്ചു. താനൊന്ന് നീങ്ങിയെന്നേ. തന്നെ മുട്ടിയെന്നാൽ ഞാനും അതുപോലെയാവും. തന്റെ അടുത്ത് നിന്നാ ഞാൻ കൂലി ചോദിച്ചു വാങ്ങി തുടങ്ങിയത്. ആ ഒരു ഐശ്വര്യം ഉണ്ട്. നിന്നെ ഞാൻ എന്തു വിളിക്കും? എന്താ കാർലോസ്?
കളി തുടങ്ങിപ്പോയി. ഇല്ലെങ്കിൽ കസേര ഞാൻ ഉപയോഗിച്ചാനെ. അമ്മേ, ഞാൻ ജയിച്ചേ. അമ്മേ, അമ്മേ, ഒയ്യോ, എന്നെ ഓടിക്കരുത്. ഇവനെ ഇന്ന് ഞാൻ കസേര ഇരിക്കാനുള്ളതാണ്, അടിക്കാനുള്ളതല്ല. അല്ലല്ലെന്നെ. ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോവുക. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. Happy birthday, dear Tom. Happy birthday, dear Tina. Happy birthday, dear Tom and Tina. Happy birthday to you. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കുട്ടികൾ ടോമും ടീനയും ചെയ്തത് വലിയൊരു കാര്യമാണ്. അച്ഛോ, രക്ഷിക്കണേ. ഇവരുടെ അബദ്ധങ്ങളും കുസൃതികളും. ദൈവമേ, റോക്കിയെ കാർലോസിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. മാർക്കസും മോനിക്കയും ഈ കുട്ടികളാൽ അനുഗ്രഹിതരാണ്. ടോമും ടീനയും അവരുടെ ജന്മദിനാഘോഷത്തിന്റെ സന്തോഷം സ്വന്തം വീട്ടിലൊതുക്കാതെ മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു. അതിലൂടെ ദൈവവചനമാണ് അവർ ആഘോഷിച്ചത്. യേശയ്യ 58 7 ശ്രദ്ധിക്കുവിൻ. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിൽ നിന്ന് സംസാരിക്കും.